ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊബൈലിൽ വെച്ച് എനിക്കിഷ്ടമുള്ള ടോപ്പ് 3 വീഡിയോ കളർ ഗ്രേഡിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. കളർ ഗ്രേഡിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് വീഡിയോയിലും ഉണ്ട് ഫോട്ടോയിലും ഉണ്ട്, രണ്ടിലും സെയിം തന്നെയാണ്. വീഡിയോയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോയിലുള്ള ആ ഒരു കളറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഫോട്ടോയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള എനിക്കിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ കൂട്ടിയാൽ ബ്ലൂ ടിൻറ്റ് പോലും അതുപോലെ തന്നെ കുറച്ചാൽ ഓറഞ്ച് ടിൻറ്റ് പോലെ അങ്ങനെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതിനാണ് കളറുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. സോ കളർ ഗ്രേഡിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മൊബൈലിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 വീഡിയോ കളർ ഗ്രേഡിംഗ് ആപ്ലിക്കേഷൻ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കളർ ഗ്രേഡ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ തുടങ്ങാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആപ്ലിക്കേഷനാണ്. ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. സോ നിങ്ങളവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വീഡിയോ നിങ്ങൾ ഏതാ വീഡിയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസും കാണാൻ കഴിയും. സോ നിങ്ങൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ കാണാം. ആ ഒരു ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഫിൽറ്റേഴ്സ് കാണാം. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മാനുവലി കളർ ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ റൈറ്റ് സൈഡായിട്ട് അഡ്ജസ്റ്റ് എന്ന് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സാധാരണ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ വീഡിയോനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ലെഫ്റ്റിലൂടെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ HSL എന്നൊരു ടൂൾ കാണാം. അതിലാണ് നമ്മുടെ കളർ ഗ്രേഡിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് കളറും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. സോ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഹ്യൂ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഒരുപാട് കളറുകൾ കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിലുള്ള കളർ ഏതാണോ ആ ഒരു കളർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു റിവ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു കളറും അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ വീഡിയോ ഏതാണോ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഒരു യെല്ലോ കളറാണ് ഒരു ഇലക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ എക്സ്പോർട്ട് കാണാം. ആ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ വാട്ടർമാർക്ക് ഉണ്ടാവും. വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു പരസ്യം കാണാൻ പറയും. അപ്പോൾ ആ ഒരു പരസ്യം നിങ്ങൾ കണ്ടുകൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർമാർക്ക് ഉണ്ടാകത്തില്ല. സോ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും ഇങ്ങനെ വാട്ടർമാർക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ സോ അവർ പേ ചെയ്യേണ്ടി വരും. ഇല്ല നിങ്ങൾക്ക് മൊത്തമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോം പോയിട്ട് ഇൻഷോട്ട് മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എന്ന സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വാട്ടർമാർക്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഒരു വീഡിയോ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എലൈറ്റ് മോഷൻ എന്നുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. അത് മാത്രമല്ല ഇതിൽ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇത് ഒരു ആനിമേഷൻ വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻട്രോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു രീതിയിൽ ടൈപ്പുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ ഒരു അതിൻ്റെ ഇൻ്റർഫേസ് കണ്ടാൽ തന്നെ നല്ലൊരു ഇൻ്റർഫേസ് അല്ല, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എലൈറ്റ് മോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസും കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാം. അതിലെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് എലൈറ്റ് മോഷനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്യൂട്ടോറിയൽസ് അതിലുണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബ് പോയിട്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിൽ എനിക്ക് എലൈറ്റ് മോഷൻ്റെ ട്യൂട്ടോറിയൽസ് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒരു എലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയ ശേഷം പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ റേഷ്യോ സെലക്ട് ചെയ്യാൻ പറയും. ഞാനിപ്പോൾ യൂട്യൂബിൽ 16:9 റേഷ്യോ. അപ്പോൾ ഞാനിപ്പോൾ 16:9 ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9:16 മറ്റേ റേഷ്യോസ് ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു കളർ സെലക്ട് ചെയ്യാൻ പറയും. അത് ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കാം. ആ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രഫേസ് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പ്ലസ് ഐക്കൺ കാണാം. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആണെന്നെങ്കിൽ കറക്റ്റ് മനസ്സിലാകുന്നില്ല. സോ നിങ്ങൾ അതൊന്നും നോക്കണമെന്നില്ല. നിങ്ങളവിടെ രണ്ടാമതായിട്ട് ഇമേജസ് ആൻഡ് വീഡിയോസ് എന്ന് കാണാം. അത് ചെന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ പെർമിഷൻ ചോദിക്കും. അപ്പോൾ ആ ഒരു പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അടിയിലായിട്ട് നിങ്ങളുടെ വീഡിയോസും ഫയൽസൊക്കെ കാണാൻ കഴിയും. സോ നിങ്ങൾക്ക് അതിൽ നിന്ന് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ അതിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യൂ ഓൾ എന്നിട്ട് ഒരു ഓപ്ഷൻ അതിൽ കാണാൻ കഴിയും. ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫോൾഡർ ബൈ ഫോൾഡറായി കാണാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എന്ന് പറയുന്നത് പിക്സൽസ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു വീഡിയോ ആണ്. ഇതൊരു നോ കോപ്പറേറ്റ് വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് നോ കോപ്പറേറ്റ് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിക്സൽസ് എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതൊരു സ്പോൺസർഷിപ്പ് ഒന്നും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ക്രെഡിറ്റും കാര്യങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. ഫുൾ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലൊക്കെ ആവാം. വീഡിയോയിലൊക്കെ പോകും. നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. സോ നിങ്ങൾക്ക് ഇതിലെ സെറ്റിംഗ്സ് ഒന്നും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിപ്പോൾ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അടിയിൽ മൂന്നാമതായിട്ട് എഫക്ട്സ് എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് എഫക്റ്റ് എന്ന് കാണാം. ആ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യാം. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാം. എഫക്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരോ എഫക്റ്റുകൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് എന്നുള്ള ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലസ് ആയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ബ്രൈറ്റ്നസ് ആഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ ചാനൽ റീമാപ്പ് എന്നുള്ള ഒരു RGB എന്നുള്ളൊരു സംഭവം, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഓർ കോൺട്രാസ്റ്റും, അതുപോലെ തന്നെ കളർ ടെമ്പറേച്ചറും, പിന്നെ എക്സ്പോഷറും ഗമ്മയും, അതുപോലെ തന്നെ കളർ ട്യൂൺ എന്നുള്ള ഈ 5 കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പോൾ അതിൽ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാണ്. സോ ഇപ്പോൾ ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ എക്സ്പോർട്ട് എന്നാണ്. ആ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫ്രീ അല്ല, സബ്സ്ക്രിപ്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോം പോയിട്ട് അതിൻ്റെ മോഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പോകുന്നത് VSEO എന്നുള്ള ആപ്ലിക്കേഷനാണ്. കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതും ഫ്രീ അല്ല, ഇതിലും കുറച്ച് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രോം പോയിട്ട് VSEO മോഡ് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കൊടുത്താൽ അതിൽ നിന്ന് ഏതെങ്കിലും വെബ്സൈറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിങ് കാണാൻ കഴിയും. അതിൽ നിങ്ങൾ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമേജും വീഡിയോസും കാണാൻ കഴിയും. അതിൽ നിങ്ങളുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസിങ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഫിൽറ്റേഴ്സ് എന്നുള്ള ഓപ്ഷനാണ് കാണാം. അപ്പോൾ ഫിൽറ്റേഴ്സ് ഓപ്ഷനിലേക്ക് ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അടിപൊളി ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ AGA1, AGA2, AGA3 എന്നുള്ള 3 ഫിൽറ്റേഴ്സാണ്. ഞാനിപ്പോൾ അതിന് ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നതാണ്. കൂടുതൽ ആൾക്കാരും സെലക്ട് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് അടിപൊളി ഫിൽറ്റേഴ്സാണ്. അത് നിങ്ങൾക്ക് മാനുവലി കളർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിയിലായിട്ട് ടൂൾസ് എന്ന് കാണാം. ആ ടൂൾസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടൂൾസ് ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ സ്പീഡ്, ടെക്സ്റ്റ്, ട്രിം, വോളിയം അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് എന്ന് കാണാം. കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സാച്ചുറേഷന്, ടോണ്, വൈറ്റ് ബാലൻസ് ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സോ നിങ്ങളങ്ങനെ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ശേഷം നിങ്ങൾ കുറച്ചങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ HSL എന്ന ടൂൾ കാണാം. ഞങ്ങൾക്ക് ഇൻഷോട്ട് കണ്ട പോലെ തന്നെ ആ HSL ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരോ കളർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിലുള്ള കളർ നിങ്ങൾക്ക് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ഗൈഡ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഞാൻ ഇപ്പോൾ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അടുത്തതായിട്ട് അടിയിലായിട്ട് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാം. എഫക്ട്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ എഫക്റ്റുകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ടു VSEO ഈ ആപ്ലിക്കേഷനിലേക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനാബിൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യാണ്. അതുപോലെ തന്നെ സേവ് ടു ഗാലറി ഉണ്ട്. ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്തിട്ട് എവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സേവ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് VST ആപ്ലിക്കേഷന് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ കളർ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കാം. സോ ഇത്രയൊക്കെയാണ് മൊബൈലിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പ് 3 വീഡിയോ കളർ ഗ്രേഡിംഗ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.